ഞാൻ എൻ്റെ മോൻ്റെ ചികിത്സയുടെ ഭാഗമായി ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത പ്രകാരം അമോക്സിലിൻ ആൻറ്റിബയോട്ടിക് വാങ്ങിയിരുന്നു. വെള്ള പൗഡർ രൂപത്തിൽ ലഭിച്ചിരുന്ന ആൻറ്റിബയോട്ടിക്കിലേക്ക് വെള്ളം ചേർത്ത് സിറപ്പ് രൂപത്തിലേക്ക് മാറ്റിയപ്പോൾ അതിൻ്റെ കളർ ഒരു പിങ്ക് അല്ലെങ്കിൽ റോസ് കളറിലേക്ക് മാറുകയുണ്ടായി. അപ്പോഴാണ് ഞാൻ അതിൻ്റെ ലേബൽ ശ്രദ്ധിച്ചത്. സാധാരണഗതിയിൽ നാം മെഡിസിൻ വാങ്ങുമ്പോൾ അതിൻ്റെ ലേബൽ നോക്കാറില്ലല്ലോ. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻ വാങ്ങി കഴിക്കാറാണല്ലോ. ഈ കളർ ചേഞ്ച് കണ്ടപ്പോഴാണ് ലേബലിലേക്ക് നോക്കിയത്. അപ്പോൾ ലേബലിൽ കൊടുത്തിരിക്കുന്നു ഒരു ഘടകം, അതാണ് എരിത്രോസിൻ. എന്താണ് എരിത്രോസിൻ? ചുവപ്പ് നിറം ലഭിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പിങ്ക് കളറൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി ചേർത്ത് വരുന്ന ഒരു സിന്തറ്റിക് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കുന്ന ഒരു കളറാണ് എരിത്രോസിൻ. ചില ഭക്ഷ്യവസ്തുക്കളിലൊക്കെ ചേർക്കാൻ വളരെ ചെറിയ അളവിൽ മാത്രം അനുമതിയുള്ള ഒന്നാണ് എരിത്രോസിൻ. ഇതിൻ്റെ സൈഡ് എഫക്റ്റ് മൂലം പല രാജ്യങ്ങളിലും എരിത്രോസിൻ നിരോധനവുമുണ്ട്. എരിത്രോസിൻ ബോഡിയിലെത്തിക്കഴിഞ്ഞാൽ അത് പലപ്പോഴും പലതരത്തിലുള്ള അലർജിക് റിയാക്ഷൻസിന് കാരണമാകും. ദേഹം മൊത്തം ചൊറിഞ്ഞ് തിണർത്ത് പൊന്തുക, ആർട്ടിക്കേരിയ, ഹൈവ്സ് പോലെയുള്ള ഒത്തിരി അലർജിക് റിയാക്ഷൻസിന് ഇത് കാരണമാകുമെന്ന് പല പഠനങ്ങളും പറയുന്നു. മാത്രമല്ല കുട്ടികളിൽ ഇത് ഹൈപ്പർ ആക്ടിവിറ്റിക്ക് കാരണമാകും. അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ADHD പോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകും. ADHD ഉള്ള കുട്ടികളാണെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ വർദ്ധിക്കുന്നതിനും കാരണമാകുമെന്നും പല പഠനങ്ങളും പറയുന്നു. അതുമാത്രമല്ല എരിത്രോസിൻ അയഡിൻ അടങ്ങിയിരിക്കുന്ന ഒരു കൃത്രിമ നിറമായതുകൊണ്ട് തന്നെ എരിത്രോസിൻ അധികമായി ശരീരത്തിലെത്തുന്നത് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചില പഠനങ്ങൾ പ്രകാരം ഇത് മൃഗങ്ങളിൽ നടത്തിയ പഠനങ്ങൾ പ്രകാരം എരിത്രോസിൻ അമിതമായി ശരീരത്തിലെത്തി കഴിഞ്ഞാൽ അത് തൈറോയിഡ് ട്യൂമറിന് കാരണമാകുമെന്നും പറയുന്നു. അതുമാത്രമല്ല ഇത് പലതരത്തിലുള്ള ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും, അതായത് ഓക്കാനം, അതുപോലെ വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ, ഇതിനൊക്കെ കാരണമാകുമെന്നും പല പഠനങ്ങളും പറയുന്നു. ഇത്തരത്തിൽ ഒത്തിരി പാർശ്വഫലങ്ങൾ ഉള്ള ഒരു കൃത്രിമ നിറം എന്തിനാണ് നമ്മുടെ ഈ മെഡിസിനുകളിലൊക്കെ ഉപയോഗിക്കുന്നത്? കുട്ടികൾക്ക് കൊടുക്കുന്ന ഇത്തരത്തിലുള്ള ആൻറ്റിബയോട്ടിക്കുകളിൽ മാത്രമല്ല, പലപ്പോഴും ദീർഘകാലമായി കഴിക്കേണ്ട, പലപ്പോഴും ജീവിതശൈലി രോഗങ്ങൾക്ക്, അതായത് പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങിയ തുടർച്ചയായി കഴിക്കേണ്ട മരുന്നുകളിൽ വരെ ഇവ പൊതുവെ ചേർത്ത് വരാറുണ്ട് ഇത്തരത്തിലുള്ള കൃത്രിമ നിറങ്ങൾ. എന്തിനാണ് ഈ കൃത്രിമ നിറങ്ങൾ അല്ലെങ്കിൽ സിന്തറ്റിക് കളറുകൾ ഇത്തരത്തിൽ മെഡിസിനിൽ യൂസ് ചെയ്യുന്നത്? പലപ്പോഴും പറയുന്നത് ഒന്ന് ഐഡൻറ്റിഫിക്കേഷൻ, തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന രീതിയിലൊക്കെയാണ്. ഇന്നത്തെ കാലത്ത് നമുക്കൊക്കെ ലേബലുകൾ കൃത്യമായിട്ട് നോക്കി വാങ്ങാൻ അല്ലെങ്കിൽ നോക്കി വായിക്കാൻ അറിയുന്ന ഒരു കാലത്ത് ഇത്തരത്തിൽ പ്രത്യേകം കളറുകൾ നൽകിക്കൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ? ഏതായാലും ഇത്തരത്തിൽ മരുന്നുകളിൽ വരെ ഈ കൃത്രിമ നിറങ്ങൾ ചേർത്ത് വരുന്ന ഒരു രീതി ഒട്ടും അഭിലഷണീയമല്ല. നാച്ചുറലായിട്ടുള്ള പ്രകൃതിദത്തമായ കളറുകൾ ലഭ്യമാണെന്നിരിക്കെ മരുന്നുകളിലെങ്കിലും ഇത്തരത്തിലുള്ള കളറുകൾ ചേർക്കുന്നത് നമുക്ക് ഒഴിവാക്കിക്കൂടെ?